ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പോകുന്നത് അധികം മലയാളികൾ ആരും തന്നെ എത്തിപ്പെടാത്ത തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, ഏലഗിരി ഹിൽസ്. ഏലഗിരി ഹിൽസിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഏലഗിരി ഹിൽസ്? അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഏലഗിരി ഹിൽസിൽ പോകാൻ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്നും ഇനി ബസ് മാർഗം ഏലഗിരി ഹിൽസിലേക്ക് പോകണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഇവിടെ നിന്ന് ബസ് ലഭിക്കും. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ഏകദേശം 15 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏലഗിരി ഹിൽസിലേക്കുള്ള ദൂരം. 15 രൂപയാണ് ബസ് ചാർജ് ആയത്. ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഇതുപോലുള്ള മനോഹരമായ വൈബാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായ ഈ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ കണ്ടു ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വേറെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇത് തന്നെയാണ്, ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള വൈബ് പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. അത്രയും വൈബ് ഇവിടെ നിങ്ങൾക്ക് ചിലവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല, കിട്ടുകയില്ല. പിന്നെ തണുപ്പിൻ്റെ കാര്യത്തിൽ ലൈറ്റായിട്ടാണ് തണുപ്പ്. ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ വർഷം തണുപ്പ് വളരെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ പോയ സമയത്ത് കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഊട്ടി കൊടൈക്കനാൽ പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള കാഴ്ചകളാണ്. നമുക്ക് പോകും തന്നെ ഈ റൂട്ടിൽ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1410 ഹൈറ്റാണ് ഈ ഏലഗിരി ഹിൽസിലേക്കുള്ളത്. 14 ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. വളരെ ഡേഞ്ചറായ ഒരു റോഡാണിത്. ശ്രദ്ധിച്ച് വേണം. സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ എടുത്തത് തിരിച്ച് ഏലഗിരി ഹിൽസിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ്. കാരണം എനിക്ക് പോകുന്ന സമയത്ത് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അത് കാരണത്താൽ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ച് വരുമ്പോൾ ആണ് വിൻഡോ സീറ്റ് കിട്ടിയത്. നിങ്ങൾ പോകുന്ന സമയത്ത് ബസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ബസ്സിൽ വെറുതെ ഒന്ന് കയറി പോയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വരുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള റൂട്ടിൽ ഈ യാത്രയിൽ കൂടിയുള്ള കാഴ്ചകൾ മാത്രമേ ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഒരു ലൈക്ക് എനിക്കത് വലിയൊരു പ്രചോദനമായിരിക്കും. എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റുകയുള്ളൂ. വീഡിയോയിൽ വോയിസിൽ പല അപാകതകളും സംഭവിച്ചിട്ടുണ്ടാവും. അതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് നിങ്ങളോട് വലിയ ഒരു എക്സ്പീരിയൻസ് പോരാ ഈ വ്ളോഗ് ചെയ്തിട്ട്. അതുകൊണ്ടാണ്. ക്രമേണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഞാനൊരു പുതിയ വ്ളോഗറാണ്. ഞാൻ ബ്ലോഗിലേക്ക് വന്നത് ചില സാഹചര്യം കൊണ്ടാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്ത് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. 1ഉം 2ഉം ജോലി പോരാ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ആലോചന എനിക്ക് മനസ്സിൽ വന്നത്. ജോലിയുടെ കൂടെ ഒഴിവു സമയങ്ങളിൽ ഇതുപോലുള്ള യാത്ര ചെയ്തു നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു പേഷ്യൻറ്റും കൂടിയാണ്. കാരണം എനിക്ക് കുറച്ചായി ഒരു ചികിത്സയിൽ കഴിയുന്നൊരു പേഷ്യൻ്റ് കൂടിയാണ്. ഞാൻ വേലൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജ് വന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ടൊരു സ്ഥലമുണ്ട് എന്നറിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തു നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു.